ഹേയ്, സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഒരു പുതിയ ഹാബിറ്റ് ഫോം ചെയ്യണമെന്ന് അതിയായ ഇൻറ്റൻഷനുള്ള ഒരാളാണോ താങ്കൾ? അങ്ങനെയാണെങ്കിൽ താങ്കൾ തീർച്ചയായും 2 മിനിറ്റ്സ് റൂൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്കൊരു ഹാബിറ്റ് ചെറുതായിട്ടോ വലുതായിട്ടോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു ചേഞ്ച് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താവും, ഓവർ എക്സൈറ്റഡ് ആവും. പെട്ടെന്ന് തന്നെ കുറേ അധികം കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് ഒരുമിച്ച് ചെയ്ത് മലമറിക്കാൻ നോക്കും. കുറേ അധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ഷടപടാന്ന് തീരുകയും ചെയ്യും. ഈ ടെൻഡൻസിയെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 2 മിനിറ്റ്സ് റൂൾ ചെയ്യുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ യു സ്റ്റാർട്ട് എ ന്യൂ ഹാബിറ്റ് ഇറ്റ് ഷുഡ് ടേക്ക് ലെസ് ദാൻ 2 മിനിറ്റ്സ് ടു ഡു. നമുക്ക് നമ്മുടെ ഏത് ഹാബിറ്റിനെ വേണമെങ്കിലും ഒരു 2 മിനിറ്റ് വേർഷനിലേക്ക് സ്കെയിൽ ഡൗൺ ചെയ്യാൻ പറ്റും. സപ്പോസ് എല്ലാ ദിവസവും രാത്രി വായിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ റീഡ് 1 പേജ്. 30 മിനിറ്റ്സ് എല്ലാ ദിവസവും യോഗ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് യോഗ മാറ്റ് എടുത്ത് വയ്ക്കാം. ക്ലാസ്സിലേക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളത് നോട്ട്സ് ഓപ്പൺ ചെയ്യുക എന്നാക്കുക. നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളെല്ലാം അറേഞ്ച് ചെയ്ത് അടുക്കി വെക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പോകാതെ അറ്റ്ലീസ്റ്റ് ഫോൾഡ് 1 പെയർ ഓഫ് സോക്സ്. ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലിപ്പിഡിമിയ, ഡയബറ്റീസ് മെൽറ്റസ് അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് സഫർ ചെയ്യുന്ന ആളുകൾ ഒരു ദിവസം തീരുമാനിക്കുന്നു, എനിക്ക് 3 മൈൽ ഓടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഒരുമിച്ച് അതിവേഗത്തിൽ ചെയ്യാതെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഫസ്റ്റ് ടൈ യുവർ റണ്ണിങ് ഷൂസ് എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കുക. ഈ ഐഡിയ വെച്ച് ഏത് ഹാബിറ്റ് ആണെങ്കിലും ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ആർക്ക് വേണമെങ്കിലും 1 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാം, ഒരു പേജ് വായിക്കാം, ഒരു ഐറ്റം മടക്കിയും വെക്കാം. ഇതൊരു പവർഫുൾ സ്ട്രാറ്റജിയാണ്. അതുവഴി റൈറ്റ് ആയിട്ടുള്ള കാര്യം വളരെ ഈസിയായി കൺസിസ്റ്റൻ്റായി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതുവഴി ന്യൂ ഹാബിറ്റ് എന്നുള്ളത് ഒരു ചലഞ്ച് അല്ലാതായി മാറും. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിനുശേഷം വരുന്ന കാര്യങ്ങൾ ചലഞ്ചിങ് ആയിരുന്നാൽ കൂടി ആദ്യത്തെ ഈ 2 മിനിറ്റ്സ് വളരെ ഈസി ആയിരിക്കും. ഇതാണ് ഗേറ്റ് വേ ഹാബിറ്റ് ടു എ മോർ പ്രൊഡക്റ്റീവ് പാത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കും, ഇത് ഒരു മെൻ്റൽ ട്രിക്കാണല്ലോ, എനിക്ക് ഓൾറെഡി അറിയാമല്ലോ, എൻ്റെ റിയൽ ഗോൾ എന്ന് പറയുന്നത് എന്തായാലും 2 മിനിറ്റ്സിനേക്കാൾ മുകളിൽ ആവശ്യമുണ്ട്. ഇതിപ്പോൾ എന്നെ തന്നെ ഞാൻ ഫൂൾ ആക്കുന്ന പോലെയുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനിത് ചെയ്യണം? അങ്ങനെ ഈ 2 മിനിറ്റ്സ് റൂൾ ചെയ്യാൻ നിങ്ങൾ ഫോഴ്സ്ഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഏത് ഹാബിറ്റാണോ വേണ്ടത്